കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവമൂല്യമായി പ്രായശ്ചിത്തമാകുന്നത് എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ പഴയ നിയമകാലത്തിൽ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് പരിഹാരമായിട്ട് മൃഗങ്ങളെ ബലി കൊടുക്കാറുണ്ട്, എന്ന് പറഞ്ഞാൽ ആ രക്തം കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്, മൃഗങ്ങൾക്കായാലും ഒരു മനുഷ്യനായാലും ജീവൻ നിലനിൽക്കുന്നത് രക്തമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തങ്ങൾ വാർന്നു പോയാൽ ആ മനുഷ്യൻ ജീവിച്ചിരിക്കത്തില്ല, ആ മനുഷ്യൻ ഉടനെ മരിക്കും. അപ്പം ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് രക്തത്തിലാണ് ഇരിക്കുന്നതെന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു മൃഗത്തിൻ്റെ രക്തം കൊണ്ട് മനുഷ്യനെ എടുക്കാൻ ദൈവം നേരത്തെ ആ ഒരു പാപപരിഹാരമായിട്ട് കൊടുത്തു. എങ്കിലും അതും ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പറ്റത്തില്ല എന്നറിഞ്ഞ ദൈവം തൻ്റെ പുത്രനെ തന്നെ ഒരു ജീവബലിയായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചു. നമുക്കറിയാം, പുതിയ നിയമം നാം വായിക്കുമ്പോൾ യേശുക്രിസ്തു അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു എന്ന് കാണുന്നു. ആണിപ്പഴുതൽ കൂടെ, മുൾക്കിരീടം അറിഞ്ഞതിൽ കൂടെ, അടി കിട്ടിയതിൽ കൂടെ സകല രക്തവും വാർന്നു പോയിരുന്നു. ലാസ്റ്റിൽ ആ ഒരു ഹൃദയത്തെ ഭാഗത്ത് ആ കുന്തം കൊണ്ട് കുത്തി ലാസ്റ്റ് ആ രക്തവും വെള്ളവുമായിട്ട് വന്നതായിട്ട് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞതുകൊണ്ട് നാം ഇനി ഒരു മൃഗബലി ചെലുത്തേണ്ടതില്ല എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ആ ഒരു യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരമായി അത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് എന്ന് നാം വിശ്വസിക്കുമ്പോൾ ആ ഒരു രക്ഷ നാം അനുഭവിച്ച് കഴിയുന്നു. പിന്നെ നമ്മൾ പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ പോയി ചേരുവാനും സാധിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കി നാം ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ പാപത്തിനായി കർത്താവെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവസാനത്തുള്ളി രക്തം പോലും കർത്താവെ ലോകത്തിലേക്ക് സകല മാനവജാതിക്ക് വേണ്ടിയും കർത്താവെ അങ്ങ് ചൊരിയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവെ ആ രക്തത്തിൻ്റെ വിലയെ മനസ്സിലാക്കുന്ന, ആ രക്തത്തിൻ്റെ വിലയെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവെ ഒരു മാനസാന്തരവും കർത്താവെ ഒരു ജീവനും കൊടുക്കുവാനും നിങ്ങളുടെ രാജ്യത്തിൽ ചേർക്കുവാനും അങ്ങേ കൊണ്ട് പറ്റുമല്ലോ കർത്താവെ. ആയതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ആ ഒരു വിശ്വാസത്തിൻ്റെ നീരുറവകളെ നീ അയച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തത്തിൽ സകലരും വിശ്വസിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരുവോളം അങ്ങയുടെ കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.